ഇന്ത്യൻ ക്രിക്കറ്റിൽ പകരം വയ്ക്കാനില്ലാത്ത അതുല്യ പ്രതിഭകൾ നിരവധി ഉണ്ടായിട്ടുണ്ടെങ്കിലും എതിർ ടീമിലെ താരങ്ങളുടെ പ്രകോപനത്തിന് മറുപടിയായി ബാറ്റ് കൊണ്ട് പകവീട്ടി നമ്മെ രസിപ്പിച്ച താരങ്ങൾ കുറവായിരിക്കും. സൗരവ് ഗാംഗുലിയെപ്പോലെ, വീരേന്ദർ സേവാഗിനെ പോലെ അടിക്കു തിരിച്ചടി നമ്മെ കാണിച്ചു തന്ന മറ്റൊരു ക്രിക്കറ്റ് ലെജൻഡായിരുന്നു യുവരാജ് സിംഗും. ഇന്ത്യൻ ക്രിക്കറ്റ് ആരാധകർക്ക് ആവേശം സമ്മാനിച്ച കളിമുഹൂർത്തങ്ങളിലൊന്ന് കൃത്യം 2007 സെപ്റ്റംബർ 19 ഇംഗ്ലണ്ടിനെതിരെ ദക്ഷിണാഫ്രിക്കൻ മണ്ണിൽ T20 ലോകകപ്പിലാണ് സംഭവിച്ചത്. ഒരു ഓവറിലെ 6 പന്തും യുവരാജ് സിംഗ് നിലം തൊടാതെ ഗ്യാലറിയിൽ എത്തിച്ചത് അന്നായിരുന്നു. അന്ന് രാജ്യാന്തര ക്രിക്കറ്റിൽ താരതമ്യേന പുതുമുഖമായിരുന്ന പേസ് ബോളർ സ്റ്റുവർട്ട് ബ്രോഡാണ് യുവിയുടെ ബാറ്റിൻ്റെ ചൂടെറിഞ്ഞത്. 2007 T20 ലോകകപ്പിന് മുമ്പ് ഇംഗ്ലണ്ടിൽ നടന്ന ഏകദിന പരമ്പരയിൽ തൻ്റെ ഒരു ഓവറിൽ ഇംഗ്ലണ്ടിൻ്റെ മസ്കറാനാസ് നേടിയ 5 സിക്സറുകളുടെ മധുര പ്രതികാരമായിരുന്നു യുവിയുടെ 6 സിക്സറുകൾ. ഇംഗ്ലണ്ടിനെതിരെ യുവരാജിൻ്റെ സിക്സർ വേട്ട ഒരു കാഴ്ച തന്നെയായിരുന്നു. സിക്സറുകൾ കൊണ്ടുള്ള ഒരു രാജാഭിഷേകം. ആ 6 സിക്സ് സഹിതം 12 പന്തിൽ 50 കടന്ന യുവരാജ് മൊത്തം 7 സിക്സറും 3 ഫോറും അടക്കം 16 പന്തിൽ 58 റൺസാണ് ആ മാച്ചിൽ അടിച്ചു കൂട്ടിയത്. അന്ന് യുവിയുടെ 6 സിക്സ് പിറന്ന സാഹചര്യങ്ങൾ കൂടിയാണ് ആ പ്രകടനത്തെ അതുല്യമാക്കുന്നത്. ലോകകപ്പിൽ മുന്നോട്ട് പോകണമെങ്കിൽ ഇംഗ്ലണ്ടിനെതിരെ വിജയം കൂടിയേ തീരൂ എന്ന അവസ്ഥയിലായിരുന്നു ഇന്ത്യ. എന്തായാലും യുവിയുടെ ഇന്നിങ്സിന്റെ കൂടി കരുത്തിൽ ഇന്ത്യ ജയിച്ചു കയറുകയായിരുന്നു. ഫൈനലിൽ പാകിസ്ഥാനെ തോൽപ്പിച്ച് ഇന്ത്യ കിരീടവും ചൂടി. ആരാധകർ ഇന്നും കോരിത്തരിപ്പോടെ മാത്രം ഓർമ്മിക്കുന്ന ആ ക്രിക്കറ്റ് നിമിഷങ്ങൾക്ക് തുടക്കമായത് 19ാം ഓവറിലാണ്. ആ സമയത്ത് 3 വിക്കറ്റ് നഷ്ടത്തിൽ 171 റൺസ് എന്ന നിലയിലായിരുന്നു ഇന്ത്യ. ക്രീസിൽ യുവരാജ് സിംഗും നോൺ സ്ട്രൈക്കേഴ്സ് എൻഡിൽ മഹേന്ദ്ര സിംഗ് ധോണിയും. 18ാം ഓവറിൽ ബോൾ ചെയ്ത ആൻഡ്രൂ ഫ്ലിൻഡോഫുമായി ഇടയ്ക്ക് കൊമ്പ് കോർത്തതിൻ്റെ കൽപ്പ് തീരാതെയാണ് യുവരാജ് ക്രീസിൽ നിന്നിരുന്നത്. ഫ്ലിൻഡോഫിൻ്റെ ആ ഓവറിൽ തുടർച്ചയായി 2 ഫോറിന് ശിക്ഷിച്ച യുവരാജ്. ഇതിൽ അസ്വസ്ഥനായ ഫ്ലിൻഡോഫ് ഓവറിന് അവസാനം ക്രീസിൽ നിന്ന യുവരാജിനോട് കയർത്തു സംസാരിക്കുകയാണ് ഉണ്ടായത്. യുവരാജും വിട്ടില്ല. അടിപൊട്ടുമെന്ന് തോന്നിയ നിമിഷം ധോണിയും അമ്പയറും ചേർന്നാണ് ആ രംഗം ശാന്തമാക്കിയത്. എന്നാൽ യുവിയുടെ മനസ്സിലെത്തി അടങ്ങിയിട്ടുണ്ടായിരുന്നില്ല എന്ന് തൊട്ടു പിന്നാലെ തന്നെ ഫ്ലിൻഡോഫിനും കൂട്ടത്തിൽ ഇംഗ്ലണ്ട് ടീമിനും മനസ്സിലാക്കി. അതിൻ്റെ ദുരന്തഫലം അനുഭവിക്കേണ്ടി വന്നത് സ്റ്റുവർട്ട് ബ്രോഡാണെന്നു മാത്രം. ബ്രോഡിൻ്റെ ഓവറിലെ ആദ്യ പന്ത് തന്നെ വൈഡ് ലോങ് ഓണിന് മുകളിലൂടെ സിക്സറിന് പറക്കുന്ന കാഴ്ചയാണ് പിന്നീട് കാണാൻ കഴിഞ്ഞത്. 2ാം പന്ത് എറിഞ്ഞ ബ്രോഡിന് അതേ സ്ക്വയർ ലെഗിന് മുകളിലൂടെ പറന്നകലുന്ന കാഴ്ച മാത്രമാണ് കാണാൻ കഴിഞ്ഞത്. 3ാം പന്താകട്ടെ എക്സ്ട്രാ കവറിന് മുകളിലൂടെ ഒരു പടുകൂറ്റൻ സിക്സർ. ഇതോടെ ഒരു പടുനായകന്റെ ഗാംഭീര്യത്തോടെ ക്രീസിൽ നിൽക്കുന്ന യുവരാജിനെ കണ്ട് ഫ്ലിൻഡോഫിന്റെ മുഖത്തെ ചിരിയൊക്കെ മാഞ്ഞു തുടങ്ങി. ഇംഗ്ലണ്ട് ടീം ക്യാപ്റ്റനാകട്ടെ ബൗളർ സ്റ്റുവർട്ട് ബ്രോഡിന്റെ അടുത്ത് വന്ന് നിർദ്ദേശങ്ങൾ നൽകാൻ തുടങ്ങി. എന്നാൽ ഇതുകൊണ്ടൊന്നും യുവരാജാവിനെ പിടിച്ചു കെട്ടാനാവില്ലായിരുന്നു എന്ന് ഇംഗ്ലണ്ട് ടീം അപ്പോൾ തന്നെ മനസ്സിലാക്കി. സ്റ്റുവർട്ട് ബ്രോഡ് എറിഞ്ഞ 4ാം പന്ത് ബാക്ക് വേഡ് പോയിന്റ് വഴി ഗ്യാലറിയിലെത്തി. 5ാം പന്ത് മിഡ് വിക്കറ്റിന് മുകളിലൂടെ പറത്തിയ ശേഷം അവിടെ ഫീൽഡ് ചെയ്തിരുന്ന ഇംഗ്ലണ്ട് താരം മസ്കറാനാസിന് നേരെ നോക്കി സംതൃപ്തിയോടെ യുവരാജ് ഒന്ന് നോക്കി തനിക്ക് കിട്ടിയതിനുള്ള മറുപടി. എന്നാൽ അവിടെ ഒന്നും അവസാനിച്ചിരുന്നില്ല. ഓവറിലെ അവസാന പന്ത് മിഡോണിന് മുകളിലൂടെ കൂറ്റൻ സിക്സറിന് പരത്തി ആ ഓവറിലെ തൻ്റെ 6ാമത്തെ സിക്സും അദ്ദേഹം സ്വന്തമാക്കി. ഇതിനിടെ 12 പന്തിൽ അർദ്ധ സെഞ്ചുറി എന്ന പുതിയ റെക്കോർഡും അദ്ദേഹം സ്വന്തമാക്കി. ആൻഡ്രൂ ഫ്ലിൻഡോഫ് ക്രീസിൽ വന്ന് നടത്തിയ കമന്റുകൾ തനിക്ക് ശരിക്കും കൊണ്ടെന്നും കണക്കിന് കൊടുക്കണമെന്നും അപ്പോഴേ മനസ്സിൽ കുറിക്കുകയും ചെയ്തു എന്നും പിന്നീട് യുവരാജ് പറഞ്ഞു. ഇത് പെട്ടെന്നുള്ളൊരു പ്രകോപനത്തിൽ നിന്നുണ്ടായിരുന്നതായിരുന്നില്ല. സത്യത്തിൽ ഇംഗ്ലണ്ടിൽ നടന്ന ഏകദിന പരമ്പരയിൽ യുവരാജിന് ഒരു ഓവറിൽ 5 തവണ സിക്സറിന് തൂക്കിയ മസ്കറാനസിനോടുള്ള പകയായിരുന്നു യുവരാജ് തീർത്തത്. മറ്റൊരു ഇംഗ്ലണ്ടുകാരനിട്ട് തന്നെ യുവരാജ് അത് തീർക്കുകയാണ് ഉണ്ടായത്. ലോകകപ്പ് ക്രിക്കറ്റ് വേദികൾ ഉൾപ്പെടെയുള്ള ക്രിക്കറ്റ് വേദികളിലൂടെ ഇന്ത്യൻ ക്രിക്കറ്റിൽ സ്വന്തം സ്ഥാനം അടിവരെ വിട്ട് ഉറപ്പിച്ച താരമായിരുന്നു യുവരാജ്. അദ്ദേഹം കളമൊഴിഞ്ഞിട്ട് കാലമെത്ര കഴിഞ്ഞിട്ടും താരത്തിനൊത്തുള്ള ഒരു പകരക്കാരനെ കണ്ടെത്താൻ ഇന്ത്യൻ ക്രിക്കറ്റിന് ഇനിയുമായിട്ടില്ല. ഇതുപോലൊരു താരം ഇനി ഉണ്ടാകുമോ എന്ന ചോദ്യം ചോദിച്ചുകൊണ്ട് നിർത്തുന്നു. ദയവായി ഈ ചാനൽ കാണുന്ന നിങ്ങൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ തീർച്ചയായും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം ഒന്ന് പരിഗണിക്കുമല്ലോ.